മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തുടർ തോൽവികൾക്ക് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഡേവിഡ് കറ്റാലയെ പുറത്താക്കാൻ തീരുമാനം. 2 യൂറോപ്യൻ പരിശീലകരുമായി മാനേജ്മെന്റ് ചർച്ച തുടരുകയാണ്. 48 മണിക്കൂറിനകം പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും. സീസണിൽ 6 മത്സരങ്ങളിൽ നിന്ന് കേവലം 1 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. നിലവിൽ 13ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി ഗോവിന്ദ് ചേരുകയാണ്. ഹരി, ഡേവിഡ് കറ്റാലയ്ക്ക് പുറത്തേക്കുള്ള വഴി തുറക്കുന്നത് തുടർച്ചയായ പരാജയങ്ങളാണ്. ഈ സീസണിൽ ഒരൊറ്റ മത്സരം പോലും ടീമിന് ജയിക്കാനായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പരിതാപകരമാക്കുകയാണ് ടീമിന്റെ അവസ്ഥയിൽ. മഹേഷ്, തീർച്ചയായും ഏറെ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ മോശം പ്രകടനം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ വലിയ നിരാശയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുണ്ടായിരുന്നത്. 8ാം സ്ഥാനത്താണ് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത്. പക്ഷേ നമുക്ക് ഈ സീസണിലേക്ക് വരുമ്പോൾ ആ ഒരു ഇതിൽ മാറ്റം ഉണ്ടാവും. പുതിയ പരിശീലകന്റെ കീഴിൽ ടീം മെച്ചപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാ ആരാധകരും ഉണ്ടായിരുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ്. ഇതുവരെ കളിച്ച 6 മത്സരങ്ങളിൽ നിന്ന് ഒരു ജയം പോലും സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡേവിഡ് കറ്റാലയ്ക്ക് പുറത്തേക്കുള്ള വഴി തുറക്കുന്നത്. ഈ സീസണിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാനോട് 2-0 തോൽക്കുന്നു. അതിനുശേഷം മുംബൈ സിറ്റിയോട് ഏകപക്ഷീയമായ 1 ഗോളിന് തോൽക്കുന്നു. അതിന് പിന്നാലെ ഐ ലീഗ് ചാമ്പ്യന്മാരായി എത്തിയ ഇന്റർ കാശിയോട് വീണ്ടും ഒരു തോൽവി അടങ്ങുന്നു. ചെന്നൈയിൻ എഫ്സിയോട് തോൽക്കുന്നു. അവസാനം ഈസ്റ്റ് ബംഗാളിനോട് കഴിഞ്ഞ മത്സരത്തിൽ 1-1 ഒരു സമനില നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബിനെതിരെ 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കറ്റാലയ്ക്ക് പുറത്തേക്കുള്ള വഴി തെളിയുന്നത്. നമുക്കറിയാം, മിക്കേൽ സ്റ്റാറയ്ക്ക് പകരക്കാരനായാണ് ഡേവിഡ് കറ്റാല എത്തുന്നത്. നേരത്തെ ഇവാൻ വുക്കോമനോവിച്ചിന് പകരക്കാരനായിരുന്നു മിക്കേൽ സ്റ്റാറയെ കൊണ്ടുവന്നത്. പക്ഷേ മിക്കേൽ സ്റ്റാറയ്ക്കും ബ്ലാസ്റ്റേഴ്സ് നിരയിൽ അധികം നാൾ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം മിക്കേൽ സ്റ്റാറയുടെ കീഴിലും ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആരാധകർ വലിയ രോക്ഷത്തിലാണ്. നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവാൻ വുക്കോമനോവിച്ചിനെ പുറത്താക്കിയതിന് പിന്നാലെ തന്നെ വലിയ രോഷപ്രകടനം ആരാധകരുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എത്തിയ പരിശീലകർക്കൊന്നും ബ്ലാസ്റ്റേഴ്സിനെ ഒരു മികച്ച രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ വിട്ടുകളയുന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഒരു സ്ഥിരം രീതി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2021 സീസണിൽ നമുക്കറിയാം, ഫൈനലിലെത്തിയ ടീമിനെ അതേപോലെ നിലനിർത്താൻ ആരാധകർ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും പ്രധാനപ്പെട്ട താരങ്ങൾ, നമുക്കറിയാം, അൽവാരോ വാസസിനെ പോലെ, ഹോർഗെ ഡയസ് പെരേരെ പോലെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളയുന്നു. അതിന് പിന്നാലെ ഇവാൻ വുക്കോമനോവിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുന്നു. ഇപ്പോൾ മിക്കേൽ സ്റ്റാറൈനെ എത്തിച്ചു. അതിനുശേഷം ഡേവിഡ് കറ്റാലയെ എത്തിക്കുന്നു. 2 പരിശീലകർക്കും ബ്ലാസ്റ്റേഴ്സിനായി വേണ്ടപ്പെട്ട മികച്ച രീതിയിൽ പരിശീലിപ്പിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഡേവിഡ് കറ്റാല പുറത്തേക്ക് പോവുകയാണ്. പുതിയ പരിശീലകനെ 48 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. 2 യൂറോപ്യൻ പരിശീലകരുമായി ഇപ്പോൾ നിലവിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷ്.